കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഈ മാസത്തെ ശമ്പളം ചൊവ്വാഴ്ച 5 മണിക്ക് ശേഷം ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തുകയും ചെയ്യുമെന്ന് ഗണേഷ് കുമാർ വാഗ്ദാനം നൽകി. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ വാക്കു പാലിച്ചു എന്ന കുറിപ്പോടെയാണ് മന്ത്രി ഇക്കാര്യം വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. സംസ്ഥാന സർക്കാർ ഒരു മാസം 50 കോടിയോളം രൂപ ശമ്പളത്തിനായി കെ.എസ്.ആർ.ടി.സിക്ക് സഹായം നൽകുന്നുണ്ട്. സർക്കാരിന്റെ ഈ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. 79.67 കോടി രൂപയാണ് ഇന്ന് ശമ്പള ഇനത്തിൽ നൽകുന്നത്. SBIയുമായും ചേർന്ന് 100 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ഇത് നടപ്പാക്കുന്നത്. സർക്കാർ പണം നൽകുമ്പോൾ ഇത് തിരിച്ചടയ്ക്കും. ഇത് ചെറിയ മാനേജ്മെന്റ് ടെക്നിക്കാണെന്നും കെ.എസ്.ആർ.ടി.സിയുടെ മുഴുവൻ കളക്ഷനും SBIക്ക് നൽകുമെന്നും അങ്ങനെ കുറച്ച് പലിശ വരുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 625 കോടിയുടെ സാമ്പത്തിക സഹായം കെ.എസ്.ആർ.ടി.സിക്ക് കിട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണ കൊണ്ടാണ് ഇത്തരം ഒരു പദ്ധതി വിജയിക്കാനായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2021 6-ാം മാസത്തെ ശമ്പളം ജൂലൈ 2-ാം തീയതി കൊടുത്തതിന് ശേഷം കെ.എസ്.ആർ.ടി.സിക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കാനോ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനോ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ്. അതിൽ പ്രകടമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരു മാസം 50 കോടിയോളം രൂപ സർക്കാർ സഹായം നൽകുന്നുണ്ട്. LDF സർക്കാരിന്റെ കരുത്തുറ്റ നേതൃത്വവും അവരുടെ പരിശ്രമമാണ് ഇത് വിജയിപ്പിച്ചിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സിക്ക് 10,000 കോടി രൂപയോളം LDF സർക്കാർ പല തവണകളായി സഹായം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 50 കോടി മാസം തോറും നൽകുന്നുമുണ്ട്. കെ.എസ്.ആർ.ടി.സി ലാഭത്തിൽ കടന്നുവെന്ന് പറയാനാകില്ല, പക്ഷേ വലിയ വ്യത്യാസമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ജീവനക്കാരുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതുമാണ്. 95% ജീവനക്കാരും പുതിയ പരിഷ്കാരങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ കെ.എസ്.ആർ.ടി.സിക്ക് നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചു. താൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ട് 1 വർഷവും 2 മാസവുമായി. റിട്ടയർ ജീവനക്കാരുടെ പെൻഷനായി പണം മാറ്റിവെക്കുന്നുമുണ്ട്. 2023 മെയ് മാസം വരെയുള്ള പെൻഷൻ ആനുകൂല്യം നൽകാനും സാധിച്ചു. അതുവരെ പെൻഷനായി സർവീസ് റെക്കോർഡിൽ തകരാറില്ലാത്ത എല്ലാവർക്കും ആനുകൂല്യം നൽകിയിട്ടുമുണ്ട്. അടുത്ത മാസങ്ങളിലെ പെൻഷൻ ആനുകൂല്യ വിതരണവും വേഗത്തിലാക്കും. വരുമാനത്തിന്റെ 5% എല്ലാ ദിവസവും പെൻഷൻകാർക്കായി മാറ്റിവെക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്.